ഇപ്പൊ ഈ സിനിമയിലെ കുറെ ആളുകളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ ഈ സർവ്വമായൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്റ്റും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരു സിമിലാരിറ്റി തോന്നുന്നു. സിമിലാരിറ്റി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, പക്ഷേ തീം എൻ്റെ ഡിഫറെന്റ് ആണ്. ഇപ്പം സർവ്വമായയിൽ ഇറങ്ങിയത് കൊണ്ട് പ്രേതപ്പട ഇറങ്ങിയാൽ സർവ്വമായിട്ടൊരു കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു തീമല്ല. പക്ഷേ ആഫ്റ്റർ ലൈഫ് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ, പക്ഷേ എൻ്റെ ഡിഫറെന്റ് രീതിയിലാണ് കാണിക്കുന്നത്. ഈ ആളുകൾ ഇപ്പൊ ഈ നമ്മുടെ ഓടുകുതിര ചാടുകുതിരയൊക്കെ പോലെ ഈ ഡിപ്രഷനെ വേറെ രീതിയിൽ കാണിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിനകത്ത്. ഡിപ്രഷൻ എല്ലാവരും ഓരോ വിധത്തിൽ ഡിപ്രസ്ഡ് ആണല്ലോ. അത് മാത്യൂസിന്റെ അല്ലെങ്കിൽ തിയോടെ ലൈഫിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്നത്, പുള്ളിക്കാരൻ അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അത് എത്രത്തോളം നമുക്ക് ആളുകൾക്ക് കണക്റ്റഡ് ആവും എന്നുള്ളതാണ് സ്റ്റോറി. അതിപ്പോൾ ആ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാരും ഇത് കിട്ടത്തുള്ളൂ. ഇപ്പൊ നെല്ലിക്കാൻ പോയില് നൈറ്റ് റൈഡേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്യൂസിന്റെ പെർഫോമൻസ് വേണ്ടി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യും മാത്യൂസിന്റെ ഒരു പെർഫോമൻസ്? എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ വരിക എന്നാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്തില്ലേ സങ്കടമായി പോകും. എക്സ്പെക്ടേഷൻ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്താൽ മുകളിലുള്ള ഇതിനും വെറുതെ ബ്ലാങ്ക് ആയിട്ടൊരു സിനിമ കാണാൻ വരിക, അത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോവുക.